പിന്നീട് ഈ വാഹനങ്ങൾ കണ്ടെടുത്തു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് കരിഞ്ചന്തയിൽ വിറ്റ വാഹനങ്ങൾ ചിലത് നിരത്തിൽ ഓടിത്തുടങ്ങി. നമ്പർ പ്ലേറ്റ് മാറിയും പേപ്പർ മാറിയും ഒക്കെ അന്നൊക്കെ ഈ എളുപ്പത്തിലാണല്ലോ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കമ്പ്യൂട്ടറിൽ കയറിയുള്ള പരിപാടിയല്ലല്ലോ. അപ്പോൾ പേപ്പർ മാറ്റിയുമൊക്കെ ഓടിയ വാഹനങ്ങൾ പിടികൂടിയപ്പോൾ ഇതിൻ്റെ ചേസ് നമ്പർ വെച്ച് ചില വാഹനങ്ങൾ പിടികൂടി. അങ്ങനെയാണ് ഈ കേസ് തെളിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആര് വിറ്റു, എങ്ങനെ വിറ്റു എന്നുള്ള കാര്യങ്ങളെത്തി. പിന്നെ സാക്ഷിമൊഴികൾ വന്നു, അതെല്ലാം ഇയാൾക്കെതിരായിരുന്നു. അങ്ങനെ ഗുഡ്ഗാവിൽ നിന്ന് പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു താൻ ആണ് കൊലപാതകി. അന്ന് ഇയാൾ 21 വാഹനങ്ങളുടെ ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ 50 വരെ ഞാൻ എണ്ണിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ മാഫിയ സംഘങ്ങളിലേക്കൊന്നും പോകാൻ ഇയാൾക്ക് അറിവില്ലാത്തതാണോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇയാളത് പറയാത്തതാണോ എന്നറിയില്ല. എന്തായാലും ഈ അവയവ മാഫിയ സംഘത്തിലേക്ക് പോകാൻ അന്ന് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ ഇയാൾക്ക് ശിക്ഷ കിട്ടുന്നത് 2004 ആദ്യത്തെ ശിക്ഷ കിട്ടുന്നത്. 2004 രാജസ്ഥാനിലെ ജയ്പൂരിൽ അവിടുത്തെ ഡ്രൈവറെ കൊന്നതിൽ രാജസ്ഥാൻ കോടതി ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു. പിന്നെ കമൽ സിംഗ് കൊലക്കേസ് 2007. കമൽ സിംഗിൻ്റെ കൊലക്കേസ് 2004 നടന്ന കേസാണ്. അതിൽ 2007 ഇയാൾക്ക് വധശിക്ഷ കമൽ സിംഗിൻ്റെ കേസിൽ. പിന്നീട് നരേഷ് ശർമ്മ കൊലക്കേസിൽ ഗുഡ്ഗാവ് കോടതി 2008 ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇയാൾക്ക് 5 ജീവപര്യന്തവും 2 വധശിക്ഷയുമാണ്, 2 കേസുകളിൽ വധശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത്.